രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. അതിൽ ആദ്യത്തെ കാര്യം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സമയം. ഞാൻ അതിനകത്ത് ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ ആദ്യം. അപ്പോൾ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ റോഡുകളിൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. അത് 7 മണിക്കും രാത്രി 11 മണിക്കും ഇടയ്ക്കാണ്. ഇതിൽ വില്ലനായിട്ട് വരുന്നത് തീർച്ചയായും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ഇതിൽ വില്ലനായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പരിശോധിക്കേണ്ട വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ പോലീസിലെ ആളുകളുടെ എണ്ണക്കുറവും ഷോർട്ടേജ് ഓഫ് മെൻ എന്നുള്ളത് വെച്ചിട്ടും അവരുടെ ജോലി തിരക്ക് കാരണവും ഇപ്പോൾ റോഡുകളിൽ ഇത്തരം പരിശോധന നടക്കാറേയില്ല. ഇതിപ്പോൾ യാദൃച്ഛികമായി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഇത്രയും പേരെ പിടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ തീർച്ചയായും ഈ പ്രവർത്തനം ശക്തമായി തുടരുകയും ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കുകയും അവരെ ശിക്ഷ ചുമത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പോലീസ് ചെയ്യേണ്ടതാണ്. അതിൽ മറ്റൊരു വശം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. റോഡിൽ വാഹന പരിശോധന നടത്തുന്ന വേറൊരു സേനാ വിഭാഗമാണ് എക്സൈസ്. പക്ഷേ എക്സൈസുകാർ ഒരു വാഹനം തടഞ്ഞു നിർത്തുമ്പോൾ അതിൽ ഡ്രൈവർ മദ്യപിച്ചതായി കണ്ടാൽ അവർക്ക് അതിനകത്ത് ഒരു നിയമ നടപടി എടുക്കാൻ തൽക്കാലം കഴിയത്തില്ല. കാരണം എക്സൈസിന് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളിനെതിരായിട്ട് കേസെടുക്കാൻ പറ്റില്ല. അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു നടപടി മാത്രമേ പറ്റുകയുള്ളൂ. 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന NDPS ആക്ട് എടുക്കുന്ന എക്സൈസിന് വെറും 6 മാസം തടവും 1000 രൂപ പിഴയും ഉള്ള ഈ പറയുന്ന മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളിനെതിരായിട്ട് നടപടി എടുക്കാൻ ഇതുവരെയും സർക്കാർ അധികാരം കൊടുത്തിട്ടില്ല. ഇത് ഒരു നമ്മൾ പറയുന്ന ഒരു വളരെ വളരെ നമ്മൾ ഒഴിവാക്കപ്പെടേണ്ട ഒരു സംഭവമാണെന്നാണ് എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ മയക്കുമരുന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ മയക്കുമരുന്നിനെല്ലാം അതിനൊരു ഷെഡ്യൂളുണ്ട്. അതിന് ഒരു അളവും പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ ശിക്ഷ കൊടുക്കുന്നതും ജാമ്യം കൊടുക്കുന്നതുമായിട്ടുള്ള വകുപ്പ്, വലിയ ശിക്ഷ കൊടുക്കുന്ന വകുപ്പ്, അങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന ആളുകളെ വിൽപ്പനക്കാരായി കാണാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ അളവ് കുറച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും വിൽപ്പനക്കാർ തന്നെ ഈ അളവ് കുറച്ച് കൈവശം വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് അളവ് കുറച്ച് കൈവശം വെക്കുന്ന വിൽപ്പനക്കാരും ഇത്തരത്തിൽ രക്ഷപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് പലതവണ എഴുതിയിട്ടുണ്ട് ഈ അളവിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തണമെന്ന്. പക്ഷെ അത് ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടത്, പാർലമെന്റിലാണ് നിയമം പാസ്സാക്കേണ്ടത്. ഇതുവരെയും അത്തരം ഒരു നീക്കം നടന്നിട്ടില്ല. അത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ പഴുതിലൂടെ പല വിൽപ്പനക്കാരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ, അതായത് കൃത്യമായിട്ട് ഈ നിയമ സംവിധാനം അവർക്ക് കൃത്യമായിട്ട് ഈ ഉപയോഗിക്കുന്നവർക്കും നമുക്കറിയാം, പലപ്പോഴും ഈ സ്കൂൾ കുട്ടികളുടെയൊക്കെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അടക്കമൊക്കെ ഇത്രയുമേ ഉള്ളൂ, കേസ് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അവർ വരെ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ലൂപ്പ് ഹോളാണ് എപ്പോഴും പലപ്പോഴും ഈ വിൽപ്പനക്കാരടക്കം അത് ഉപയോഗിക്കുന്നവരായിക്കോട്ടെ അവരെങ്ങനെ കേസിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള മാർഗം മുന്നിൽ കണ്ടിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത്. ശരിക്കും അവിടെ തന്നെ അല്ലെങ്കിൽ നമുക്കും കൃത്യമായിട്ട് മനസ്സിലാകാം, ആ മുളയിൽ തന്നെ അത് നുള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ എന്താണോ സംഭവിച്ചിരിക്കുന്നത്, അതായത് ഈ അളവ് കുറച്ച് കൊണ്ടുപോകുന്നത് അതൊരു വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് ശക്തമാവേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. വളരെ ശരിയാണ്, ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ NDPS നിയമം എന്ന് പറയുന്ന കേന്ദ്ര നിയമമായതിനാലും അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ കേന്ദ്ര പാർലമെന്റിന് മാത്രമേ, നമ്മുടെ പാർലമെന്റിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടും പല സ്റ്റേറ്റുകളും കേന്ദ്രത്തിലേക്ക് എഴുതിയിരിക്കുകയാണ്. അത് പരിഗണിക്കുമെന്ന് നമുക്ക് കരുതാനേ പറ്റുകയുള്ളൂ, പ്രത്യാശിക്കാനേ പറ്റുകയുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഇതിനകത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. എത്രയും പെട്ടെന്ന് ആ നിയമത്തിൽ ഭേദഗതി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.